വെൽക്കം ഡ്രിങ്ക്സിൻ്റെ സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. ഓക്കെ അല്ലേ? വെൽക്കം ഡ്രിങ്ക് മൂവിയുടെ സെലിബ്രേഷനാണ്. നമ്മുടെ സംവിധായകൻ നസീർ ഹുസൈനാണ്, അതുപോലെ തന്നെ ഇസ്മായിൽ കെ ആണ് ഇതിൻ്റെ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഈ പടം വിജയിച്ചതിൻ്റെ ഒരു 2 വാക്ക് സംസാരിക്കണം. എന്താണ് അമ്മന് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമയെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ എന്നോടൊപ്പം ഇതിനകത്ത് ഓരോ ക്യാരക്ടറും വളരെ നല്ല രീതിയിൽ ഒരു മത്സര ബുദ്ധിയോടെ അഭിനയിച്ച നമ്മുടെ ഇക്ക, അതുപോലെ ജസീം, നമ്മുടെ ചേച്ചി, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ പൊന്നാനി ചാനലിൻ്റെ സാരഥി ഷമീർക്ക, ആ ക്യാമറ ഒന്ന് തിരിച്ചേ, ആളൊന്ന് കാണട്ടെ. ഭാരതി ചേച്ചി 2 വാക്ക് നമ്മുടെ സിനിമയെക്കുറിച്ച് പറയുകയാണ്. ഒന്നും പറയാനില്ല കേട്ടോ, വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടത് തികയാതെ വരില്ലേ, അതുപോലെ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു ആളുകൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിലും ഉപരി ഈ തിരൂർ നാട്, പിന്നെ നമ്മുടെ ഇസ്മായിൽ ഖാനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ക്രൗഡ്, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അതെന്നും തുടർന്നുണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഇനി കൂടുതൽ സിനിമകൾ ചെയ്യാനുള്ള പ്രചോദനമാണ് ഇസ്മായിൽ ഖായുടെ ഈ ഒരു ക്രൗഡ്. അപ്പോൾ പ്രത്യേകം നന്ദി ഇസ്മായിൽ ഖാടൊപ്പം വന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും. പിന്നെ നമ്മുടെ കുട്ടിക്കുറുമ്പന്മാർക്കും. അപ്പോൾ അവറാൻ ഇന്ന് വന്നിട്ടില്ലേ, അവറാൻ നാളെ വരും. അപ്പോൾ അവറാന് വേറൊരു ഷൂട്ടിലാണ്. എൻ്റെ കൂടെ അഭിനയിച്ച അവറാനല്ലേ, അവറാനെ നമുക്ക് കൊണ്ടുവരാം. അവർ വേറെ ഷൂട്ടിലായതുകൊണ്ടാണ് അവറാൻ വരാത്തത്. ഷൂട്ടിംഗ് കഴിഞ്ഞു വന്നാൽ എനിക്കൊരു ചായ വേണം. അതെൻ്റെ ഫേവറേറ്റ് ഐസി തന്നെ വേണം, ഉന്മേഷത്തിനും ഉണർവിനും. ചായ ഒരു പാനീയം മാത്രമല്ല, അത് ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ടൈസി മിൽക്ക് പൗഡർ അതിന് താളം നൽകുന്നു. തിരൂരും ചേർന്നു. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടമായതിൽ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ നമ്മുടെ നസീർ ഹുസൈനാണ്. അതുപോലെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ നിർഷാദ്. അതുപോലെ ക്ലൈമാക്സിൽ നിങ്ങളുടെ ടെൻഷനാക്കിയ ആളാണ് നമ്മുടെ ഇസ്മായിൽ ഖാൻ. അതുപോലെ നമ്മുടെ ഇതിൻ്റെ ഓഡിയോ പ്രൊഡക്ഷൻ വർക്കൊക്കെ നടന്നത് നമ്മുടെ ജോയ് ലാബിലാണ്. ജോയ് മാഷാണ് ഇതിൻ്റെ, ജോയ് സ്റ്റുഡിയോയുടെ ഓണറും. ഇതിൽ ഡബ് ചെയ്തിട്ടുണ്ട് പുള്ളി ആക്ടറാണ്, മ്യൂസിക് ഡയറക്ടറൊക്കെയാണ്. മാഷ ഇതിൽ പറയണം പടത്തിനെ പറ്റി എന്താ പറയുക, വളരെ നല്ല പടം. എല്ലാവരും ആർട്ടിസ്റ്റുകളും അതുപോലെ ഡയറക്ടർ പ്രത്യേകിച്ച്, പിന്നെ സംഗീതം, അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇനിയും ഇതേപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഈ ടീമിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഷോ സംഘടിപ്പിക്കാൻ വേണ്ടി മെയിനായിട്ട് നെടുന്തൂണായി നിന്ന നമ്മുടെ ക്ലൈമാക്സിൽ നമ്മളൊക്കെ കരയിപ്പിച്ച നമ്മുടെ ഇസ്മായിൽ ഖാൻ. 2 വാക്ക് ഇസ്മായിൽ ഖാൻ എന്തെങ്കിലും പറഞ്ഞു. മക്കളെ, എൻ്റെ റോള് കണ്ടില്ലേ? ഉറക്കനെ പറയേ. ഇനി എങ്ങനെ ഞാൻ അതേപോലെ അഭിനയിക്കണോ? ആണല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അഭിനയിക്കട്ടോ, കൂട്ടിനുണ്ടാവണം. ഓക്കെ അല്ലേ? കൈയോട്. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മുടെ പെങ്ങളുട്ടി, എൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ച ആളാണ് കേട്ടാ. അപ്പോൾ 2 വാക്ക് നമ്മുടെ ഉണ്ണിയേട്ടൻ, ഞങ്ങളുടെ ഇതിൻ്റെ ഒരു എല്ലാമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ 2 വാക്ക് സംസാരിക്കും. എങ്ങനെ? നല്ല സിനിമയല്ലേ? നല്ല സിനിമയല്ലേ അല്ലേ? ഉഷാറാണല്ലേ? നമ്മളെ ഈ നാട്ടുമ്പുറത്തൊക്കെ ചില സമയത്ത് നമ്മൾ വിളിക്കാതെ കല്യാണങ്ങൾക്ക് ചിലപ്പോൾ പോവും അല്ലേ? കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ പോകാറുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയൊരു ഇതിവൃത്തം അതിനെ നല്ലൊരു സിനിമയാക്കി മാറ്റി വളരെ ഭംഗിയായിട്ട് വെൽക്കം ഡ്രിങ്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് പൊന്നാനിലൊരു സിനിമാ കൂട്ടായ്മയാണ്. തിരൂരത്തെ ആളുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊരു സദസ്സിന് മുന്നിൽ സിനിമ അവതരിപ്പിക്കാൻ പറ്റിയത് തിരൂരുകാരുടെ കൂടി സൗമനസ്യം കൊണ്ടാണ്. എന്തായാലും നമുക്ക് വീണ്ടും ഈ സിനിമയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും ഉണ്ടാവണം അല്ലേ? ഉറപ്പല്ലേ? ശരിയാപ്പോൾ എന്നാ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് പ്രധാന കഥാപാത്രം എന്നെ മനസ്സിലായി, നിങ്ങൾക്ക് കണ്ടില്ലേ? അപ്പോൾ അതിലെ പ്രധാന കഥാപാത്രം എന്നെ ഏൽപ്പിച്ച നമ്മുടെ ഈ സിനിമയുടെ ഡയറക്ടർ നസീർ ഹുസൈൻ 2 വാക്ക് സംസാരിക്കും. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം, എല്ലാവരും എത്തിപ്പെട്ടല്ലോ.
നമ്മളിൽ വന്നിട്ടുള്ള എല്ലാ ആളുകളും വന്നിട്ടുണ്ട്, പൊന്നാനിയിൽ നിന്നും അതുപോലെ തിരൂരിൽ നിന്നും. പൊന്നാനിൽ നമ്മൾ 2 ഷോ ഇത് പ്രദർശിപ്പിച്ചു, 2 ഷോയും ഫുള്ളായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ CNCയിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഫുള്ളായിരുന്നു തിയേറ്റർ. അപ്പോൾ വളരെ സന്തോഷം എല്ലാവരും വന്നതിൽ. സിനിമ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങളാണ് പറയേണ്ടത് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത്. താങ്ക് യു. എൻ്റെ കൂടെ കട്ടക്ക് നിന്ന് അവറാൻ്റെ ഉമ്മയാണിത്. പടം വളരെ നന്നായിരിക്കുന്നു. ഇതുപോലെയുള്ള ഇനിയും പടങ്ങൾ നമ്മുടെ ഡയറക്ടർക്ക് എടുക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു. നല്ല സിനിമയാണ്. ഇനിയും കാണാൻ തോന്നുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ എൻ്റെ അമ്മയാണിത്, അമ്മയായിട്ട് അഭിനയിച്ച അന്തർജനം. ഇതൊക്കെ ഒരു യോഗമാണ്, നിമിത്താണ്. പൊന്നാനിക്കാരെ, കലാപ്രേമികളെ, കലാസ്നേഹികളെ എല്ലാവർക്കും ഇതുകൊണ്ട് ഒന്നും മതിയായിട്ടില്ല. അവർക്ക് ഇനിയും കാണണം, എന്തൊക്കെയോ ഇനിയും കാണണം അവർക്ക്. എല്ലാവരുടെയും കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ പെട്ടെന്ന് തീർന്നു, അതല്ലേ അതാണ് എല്ലാവർക്കും അതേ പറയാനുള്ളൂ. ഒരു നെഗറ്റീവ് ഇന്ന് വരെ ഒരാളും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് അഭിമാനിക്കാം ഉറപ്പാണ്. എന്തായാലും ഇനി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉയർന്നു വരട്ടെ. ഇതിപ്പോൾ ഒരു ചെടി നട്ടു, അത്രേ ആയിട്ടുള്ളൂ. ഇനി അത് വളർന്ന് അങ്ങോട്ട് വളർന്ന് പന്തലിക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ പടം ഇത്രയും നന്നായി ഭംഗിയായി ഇത്രയും ജനങ്ങളോട് കൂടിയിട്ട് നമ്മൾ കാണാൻ പറ്റി. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഞാനും നന്നായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും ഇത്രയും ആൾക്കാർ വന്ന് സഹകരിച്ച് എല്ലാവരും ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനകത്ത് അഭിനയിച്ചവരും ടെക്നീഷ്യന്മാരൊക്കെ സംസാരിച്ചു. ഇനി ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മുടെ ഒരു വിശിഷ്ടാതിഥി ഇവിടെ ഉണ്ട്. ഹലോ, നല്ല പടമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് കണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് പടം കഴിഞ്ഞു പോയ മാതിരിയായിരുന്നു തോന്നിയത്. നല്ല ശബ്ദമായിരുന്നു, അതേപോലെ നല്ല പാട്ട്, അതേപോലെ മ്യൂസിക്കും ഇതൊക്കെ ആയിട്ട് ഭയങ്കര. ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇറക്കണം എന്നാണ് അറിയിക്കാനുള്ളത്. എന്താ വെച്ചാൽ സെക്കൻഡ് പാർട്ട് വരണം, എന്നെങ്കിലേ ഞങ്ങൾക്ക് ഈ കഥ കണ്ട് മുഴുവനാകുള്ളൂ. ഞങ്ങൾ അത് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു പടം. ഞങ്ങളത് ഇഷ്ടപ്പെട്ട് വരുന്നതിനുള്ള പടം കഴിഞ്ഞു പോയതാണ് ഞങ്ങളുടെ ഒക്കെ ഒരു വിഷമം. എന്തായാലും ഒരു സെക്കൻഡ് പാർട്ട് അതിന് വരട്ടെ, ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു സ്റ്റോറി. എസ്പെഷ്യലി എടുത്തു പറയാനുള്ളത് സോങ് സൂപ്പർ ചെയ്യുന്നിട്ടാണ്. പിന്നെ നമ്മളെ നായകന് പിന്നെ നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്തത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. സൗണ്ട് എഫക്റ്റൊക്കെ കിട്ടലായി ചെയ്ത, അതുമാത്രമല്ല നമ്മുടെ ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ്. അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഞാൻ ആക്ച്വലി നമ്മൾ ഈ മേഖലയിലേക്ക്, മ്യൂസിക് മേഖലയിലേക്ക് വരുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ നസീർ ഖാനായിട്ടെല്ലാം വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ ഗുരുക്കന്മാരെ പോലെ കാണുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നല്ലൊരു പുതിയ പ്രൊജക്റ്റുകളായിട്ട് ഇനി വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇതിലെ കാറ്ററിംഗ് മാനേജറായിട്ട് അഭിനയിച്ച നമ്മുടെ നജീബ്. നമസ്കാരം, എൻ്റെ പേര് ജസീം എന്നാണ്. നമ്മൾ ഓൾറെഡി പൊന്നാനിയിൽ ഒരു ഷോ ചെയ്തിട്ട് വിജയിച്ചിട്ടാണ് രണ്ടാമത്തെ ഷോ നമ്മൾ തിരൂര് ഇവിടെ കളിക്കുന്നത്. ഇവിടെ നിന്ന് കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ഇനിയും ഈ സിനിമ കണ്ടിട്ട് മതിയായിട്ടില്ല, ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കണം എന്നുള്ള റിക്വസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിൽ. ഓക്കെ, താങ്ക് യു. പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇക്ക, നമ്മൾ സാധാരണ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഫീലിംഗ് അല്ല തോന്നിയത്. സാധാരണ ഒരു നല്ല ഒരു സിനിമയുടെ ഫീലിംഗാണ് ഉണ്ടായത്. അപ്പോൾ ഒരുപാട് ക്രൗഡോടുകൂടി ഈ പടം ഈ CNCയിൽ ഓടിയതിൽ ഇതിൻ്റെ നിർമ്മാതാവിനും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അഭിനയിച്ച നായകന്, അതേപോലെ നമ്മളെ പ്രിയപ്പെട്ട എൻ്റെ കസിൻ ഇസ്മായിൽ ക, അതുപോലെ ഇതിലെ നായകന്, പിന്നെ അതേപോലെ ചേച്ചിമാരുടെ പേരൊന്നും എനിക്കറിയില്ല, വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ BGM കുഴപ്പമില്ല, വലിയ മോശമില്ലാത്ത BGM ആണ്. പിന്നെ പാട്ട് ഒരു ആവറേജ് നല്ല
ഒരു എന്താ പറയുക ഒരു സാധാ ഒരു കൊമേഴ്സ്യൽ സിനിമയിൽ ഉള്ള പോലത്തെ പാട്ടായിട്ടാണ് തോന്നിയത്. അപ്പോൾ അത്രയും നല്ല എക്സലൻ്റ് ആയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ തുടർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. എക്സലൻ്റ്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ.